ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ശകലം വെള്ളയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ട് മുതൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചരി വെള്ളത്തിൽ ഇടും, പിന്നെ തേങ്ങ ചിരവിയത്, പിന്നെ ചോറ്, ഈസ്റ്റൊക്കെ വെള്ളത്തിലിട്ടിട്ട് അത് കുതിർന്ന് കഴിയുമ്പോഴായിരിക്കും നമ്മളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ അരച്ചൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അതിലും നല്ല ഒരു എളുപ്പവഴി ഞാൻ കാണിക്കുന്നുണ്ട്. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് സംഭവം റെഡിയാക്കി എടുക്കാം. അതിന് ഞാൻ നല്ല രീതിയിൽ പച്ചരി അങ്ങോട്ട് കഴുകി എടുത്തതിന് ശേഷം തേങ്ങയും ചോറും ഈസ്റ്റും കൂടി ഇട്ട് നല്ല രീതിയിൽ നമ്മളങ്ങ് കുഴച്ചെടുക്കുക. എത്രത്തോളം നമുക്ക് കുഴയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മളങ്ങ് കുഴച്ചോണം കേട്ടോ. അതിനുശേഷം വെള്ളം ഒഴിച്ചും കുഴയ്ക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ പിശുക്കും കാണിക്കരുത് കേട്ടോ. അതുപോലെ നല്ല രീതിയിൽ കുഴച്ചോ, എത്രത്തോളം കുഴയ്ക്കുന്നോ അത്രത്തോളം നല്ലതാണ്. അങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം ആ പാകത്തിൽ തന്നെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. കാരണം ഈ വെള്ളം ഒഴിച്ച് വേണം നമുക്ക് അരയ്ക്കാനായിട്ട്. സെപ്പറേറ്റ് വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. അങ്ങനെ ചേർത്ത് വെച്ച് നമ്മൾ മൂടി വെക്കുക. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ നോക്കുമ്പോൾ ഈ ഒരു ശകല പൊങ്ങലും കാര്യങ്ങളൊക്കെ അത് ഈസ്റ്റ് ചേർക്കുന്നതിൻ്റെ ആയത്തോടെ പൊങ്ങിക്കൊണ്ട് വരും. അങ്ങനെ പൊങ്ങൽ വന്നു കഴിയുമ്പോൾ നേരെ എടുത്ത് നമ്മൾ അങ്ങ് അരച്ചേക്കണം കേട്ടോ. അപ്പം ഞാൻ ഇത് മൊത്തം അങ്ങനെ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരച്ചെടുത്തതിന് ശേഷം 1 മണിക്കൂറത്തേക്കായിട്ട് ഞാൻ സംഭവം മാറ്റി വെക്കുന്നുണ്ട്. അതങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കോ, സംഭവം പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് എടുത്തിട്ട് ശകലം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് പാലപ്പത്തിനുണ്ടാക്കാം. ഞാൻ പാലപ്പത്തിനല്ല വെള്ളയപ്പത്തിനായതുകൊണ്ട് ശകലം വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ജീരകവും കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഞാൻ അരച്ചെടുത്ത് ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. ശകലം ഉപ്പും ഒക്കെ ചേർത്ത് ഞാൻ നല്ല രീതിയിൽ ഞാൻ അങ്ങോട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇളക്കിയെടുത്തതേ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കും കേട്ടോ. നല്ല സോഫ്റ്റ് വെള്ളയപ്പം എനിക്ക് കിട്ടുന്നത് കേട്ടോ, അടിപൊളിയായിട്ട്. പിന്നെ ഈ വെള്ളയപ്പത്തിന് ഞാൻ ഇന്ന് ഉണ്ടാക്കിയ കറി എന്ന് പറഞ്ഞാൽ കടലക്കറി കേട്ടോ. അടിപൊളി ഒരു കടലക്കറിയും കാര്യങ്ങളൊക്കെ വെച്ച് തേണ്ടേ ഞാൻ നല്ല രീതിയിൽ അങ്ങോട്ട് ഫുഡിങ് അടിച്ച് കയറ്റുമോ കേട്ടോ. ആർക്കൊന്നും തോന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. Okay, bye.